മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, എസ്പെഷ്യലി നമ്മുടെ മലപ്പുറം ജില്ല, വിദ്വേഷത്തിന്റെ അതുപോലെ വെറുപ്പിന്റെ വർത്തമാനമാണ് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വലിയൊരു മഹാത്മാവ്, അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ലോകത്തിന് കൈമാറ്റം ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അതിന്റെ ആചാര്യൻ തന്നെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ആ പുണ്യ മനുഷ്യന്റെ ആളുകൾ പോലും തീവ്രവാദി എന്ന് ഒരു വിഭാഗം ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതുപോലെയുള്ള വെറുപ്പിന്റെ വർത്തമാനം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ബാബരി മസ്ജിദ് എന്ന് പറയുന്ന വലിയൊരു 92 കാലഘട്ടങ്ങളിൽ നടന്ന, യുപിയിലെ അയോധ്യയിൽ നടന്നൊരു വിവാദം, ഇന്ത്യയിലുടനീളം കലാപങ്ങളും വർഗീയതകളും നടക്കുമ്പോൾ ഈ കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ടാണ് സമാധാനം രൂപപ്പെട്ടത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെയുള്ള മുസ്ലിമീങ്ങളും ഇവിടെയുള്ള ഹൈന്ദവരും ഇവിടെയുള്ള ക്രൈസ്തവരും ഒക്കെ ഒരുമിച്ച് ചേർന്ന്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ രാജ്യം എന്ന രീതിയിൽ, നാട് എന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ ഒരു യൂണിറ്റി നമ്മൾ രൂപപ്പെടുത്തിയപ്പോ ഇവിടെ കലാപങ്ങളില്ല. പാണക്കാട് തങ്ങൾ അതിന്റെ മുന്നിൽ നിന്നു. നമുക്ക് വളരെ മനോഹരമായ സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ടായി. എന്നാൽ ഈ സമൂഹങ്ങളെല്ലാം ഒഴിവാക്കുമാർ വിധത്തിലുള്ള ഓരോ വെറുപ്പിന്റെ വർത്തമാനം, മാപ്പിള ലഹളയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്, ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും മതസൗഹാർദ്ദത്തോടുകൂടി, മനുഷ്യ സൗഹാർദ്ദത്തോടുകൂടി പരസ്പരം തോളുരുമ്മിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായിട്ട് നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ എന്തൊക്കെ